ഹായ് ഹലോ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഞാൻ അജീഷേനെ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും തൊപ്പിയൊക്കെ ഇട്ട് വൈകുന്നേരമായി. ഇപ്പോൾ ഇവിടെ 6 മണി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് എനിക്ക്. അപ്പം ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് സൺഡേ. അപ്പം അങ്ങനെയൊക്കെ കണ്ടോ, ഞാനൊരു ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചിട്ടുണ്ടോ. നല്ല രസമുള്ള പൂവല്ലേ, നോക്കിക്ക്. നല്ല രസമല്ലേ കാണാൻ. അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. 6 മണിയായിട്ടോ, സൺസെറ്റ് ആയി തുടങ്ങണു അല്ലേ. കണ്ടോ കണ്ടോ എന്ത് രസാ നോക്കിക്ക് സ്കൈ കാണാൻ. നല്ല ഭംഗിയില്ലേ, അടിപൊളിയായിട്ട് അല്ലേ. ഓക്കെ, ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ മറ്റേ കഴിഞ്ഞ ദിവസങ്ങളില് എന്താ അറോറ ബോറിയാലിസ് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞ് പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് സൂര്യപ്രകാശം അല്ല, സ്കൈ മൊത്തം ഭയങ്കര റെഡിഷ് കളറിലിരുന്നു കേട്ടോ. കളർഫുൾ ആയിരിക്കും, പല കളറ് വരും. അറോറയുടെ ബ്ലൂ, ഗ്രീന് എല്ലാം വരും. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാന്. അങ്ങനെ ഇവിടുത്തെ സ്കൈയും അതേപോലെ ഇവിടുത്തെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ നല്ല തണുപ്പുണ്ട്. അജിഷേൻ്റെ പനി ഒന്ന് കുറഞ്ഞതായിരുന്നു. എപ്പോഴാണ് ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇന്നലെ ഇന്നൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കുറഞ്ഞതായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പകലുന്നുണ്ടായിരുന്നു കേട്ടോ, വീട്ടിലുണ്ടായിരുന്നു. ഇന്നലേക്ക് നൈറ്റ് കഴിഞ്ഞ് രാവിലെ വന്നു, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങളുടെ ഇവിടുത്താണ് കേട്ടോ. കണ്ടോ, ഇവിടെയുള്ള എല്ലാ വീട്ടിലും ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ, ഓറഞ്ച് എല്ലാ വീടുകളിലും തന്നെ ഉണ്ട് കേട്ടോ. ഇവരെല്ലാം ഇങ്ങനെ ഫ്രൂട്ട്സ് ഇച്ചിരി സ്ഥലമുള്ളെങ്കിൽ പോലും നല്ലതുപോലെ വെച്ച് പിടിപ്പിക്കും. ഈ വീട് കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല ഏരിയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീട്. അങ്ങനെ പക്ഷെ ഇവിടുത്തെ കൊച്ചുങ്ങൾക്ക് ഉണ്ടല്ലോ തണുപ്പൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സാധാ പോലെ ഈ സൈക്കിളൊക്കെ ചവിട്ടി നടക്കണം. നിങ്ങൾക്ക് തണുപ്പൊന്നുമില്ല. നമ്മൾ വലിയ തപ്പിയും ജാക്കറ്റും അതും ഇതും ഒക്കെ ഇട്ട് നമ്മൾ നടക്കും. പക്ഷേ ഇതുങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. കണ്ടോ കണ്ടോ ഓരോ സൈക്കിളിൽ ആൾക്കാർ വരുന്നത്. ചേട്ടനെ ഇവിടെ ഇരുന്നിട്ട് കാറ് കഴുകുകയാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് എത്തിക്കഴിയുമ്പം കണ്ടോ ഈ പോസ്റ്റിൽ ഒരു സാധനം ഒട്ടി എഴുതി വെച്ചേക്കണത് എന്താണ്? സുനാമി ഇവാക്വേഷൻ റൂട്ടാണ് കേട്ടോ. 820 മീറ്ററിൽ ഇവിടെ സുനാമി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവാക്വേഷൻ പോയിന്റുകളെല്ലാം തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കാരണം ഇത് ബീച്ച് ഏരിയ ആണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ റോഡ് എന്ന് പറയുന്നത് ബീച്ച് റോഡാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ സുനാമി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കണ്ടോ, എല്ലാ വീടുകളും ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡിയാണ്. അതാണ് ഏറ്റവും പൊടിയില്ല, നീറ്റ് ആൻഡ് ടൈഡിയാണ്. പുല്ല് വെട്ടി നിർത്തണം. കണ്ടോ, നിങ്ങൾ ആരും ഇങ്ങനെ കാണില്ലല്ലോ. എല്ലാ വീടും പുല്ല് വെട്ടിയാണ് നിർത്തിയേക്കണേ. കാട് പോലെ ഒന്നുമില്ല. കാരണം അത് കൗൺസിലിൽ ഉണ്ട്. ഇങ്ങനെ ആരെങ്കിലും പുല്ല് വെട്ടാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർത്തിയിട്ടുണ്ട് എങ്കിൽ കൗൺസിൽ എന്ത് ഫൈൻ അടിക്കും കേട്ടോ. അതുകൊണ്ട് ഇവരെല്ലാവരും പുല്ലൊക്കെ വെട്ടിയാണ് നിർത്തിയേക്കണേ കേട്ടോ. കണ്ടോ കണ്ടോ അവിടുത്തെ സ്കൈ നോക്കണേ, ഇത് രസമല്ലേ. നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇപ്പം നടന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിർത്തി ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. ഞങ്ങൾ ഓർത്തു നടക്കാൻ ഇറങ്ങണോ എന്ന് വിചാരിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്.
പിന്നെ ഇതേ അവിടെ ആയിട്ടൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, കൊച്ചുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. മാത്രമല്ല ഇവിടെ നമ്മൾ നടക്കും തോറും ഓരോ ഒരു മിനിമം ഒരു 500 മീറ്റർ ഗ്യാപ്പെങ്കിലും പ്ലേ ഗ്രൗണ്ട്. അതെ, ഈ ഏരിയയിൽ ഇഷ്ടംപോലെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കൊച്ചുങ്ങൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ടിൽ കളിച്ച് കുറച്ച് കാലം മടുക്കൂലോ, അപ്പം അടുത്ത പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോവാൻ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ദാ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട്, അതിൻ്റെ ബാക്കിലായിട്ട് ഫാർമസി ഉണ്ട് കേട്ടോ. ഫാർമസിയും ഒരു ചെറിയൊരു ക്ലിനിക്കും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വയ്യായികൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലിനിക്കിൽ നമുക്ക് പോവാതെ. അങ്ങനെ കണ്ടോ, പ്ലേ ഗ്രൗണ്ടും പിന്നെ കുറച്ച് പേര് അവിടെ ഇരിക്കണുണ്ട് കേട്ടോ, ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. എന്താ പിന്നെ നടക്കണ സ്ഥലമുണ്ടല്ലോ, ആക്ച്വലി എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആരും വേസ്റ്റ് ഇടില്ല. പട്ടീനെയൊക്കെ ആൾക്കാർ നടക്കാൻ കൊണ്ടുപോകുമ്പോൾ പട്ടിയുടെ ഇതേല് എന്താ പറയാ കവർ തൂക്കിയിട്ടേക്കും. അപ്പി എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതെടുക്കാൻ വേണ്ടിട്ട് അവര് തന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് റബ്ബിഷ് ബിന്നിൽ കൊണ്ടിട്ട് ഇടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അത് ഞാൻ ഏറ്റവും പ്രശ്നം കണ്ട എവിടെയെന്നറിയാമോ? ബോംബെയിൽ ഞാൻ പ്രാവശ്യം പോയിട്ട് അവിടെ വഴിയിൽ ഇങ്ങനെ വഴി നീളം എങ്ങും നടക്കാൻ മേല, വഴി നീള പട്ടിയും പട്ടിക്കാട്ടും. ഇവിടെ അങ്ങനെയില്ല കേട്ടോ. ഇവിടെ എല്ലാം വൃത്തിയായിട്ടാ കിടക്കുന്നത്. വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ ഇപ്പോൾ റോട്ടിൽ കൂടി ഒരു കാർ പോവാന്ന് വെച്ചോ, സൈഡിലൊരു വേസ്റ്റ് ഉണ്ടെങ്കിൽ പറ്റാവുന്ന സാഹചര്യമാണെങ്കിൽ അവർ നിർത്തിയിട്ട് ആ വേസ്റ്റ്, നമ്മൾ ഇന്ത്യൻസ് അല്ല കേട്ടോ ഇവിടുത്തുകാർ, വണ്ടി നിർത്തിയിട്ട് സൈഡ് ഒതുക്കി നിർത്തിയിട്ട് ആ വേസ്റ്റ് എടുത്ത് അവർ എവിടെയെങ്കിലും അടുത്തുള്ള റബ്ബിഷ് ബിന്നിൽ കൊണ്ടുപോയിട്ടും അങ്ങനെയൊക്കെ അവർ ചെയ്യും കേട്ടോ. അങ്ങനെ കണ്ടോ ഇവിടെ ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടല്ലേ. ദാ കുരിശൊക്കെ പോലെ അല്ലേ, മണ്ടയില് സ്റ്റാർ ഒക്കെ പോലെ അല്ലേ അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാന്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ അജീഷ് ചേട്ടൻ നടക്കാൻ വരാറുണ്ട് രാവിലെ കളിയിലോ ഫ്രീ ഉള്ളപ്പോൾ. പക്ഷേ ഞാൻ ഇറങ്ങാണത് കാരണം വൈകുന്നേരം ആകുമ്പോൾ തണുപ്പാകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നടക്കാൻ ഇറങ്ങണേ. പിന്നെ ഇവിടെ നമുക്ക് ആകെ ഒരു പ്രശ്നം എന്ന് പറയാനുള്ളത്, നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട്, സ്വന്തം വണ്ടി ഇല്ലാണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് പാടാണ്. ഇവിടെ ഒരു 5 മണി 6 മണി വരെയൊക്കെയാണ് എന്തുള്ളത് നമ്മളുടെ അജീഷേട്ടൻ ഇപ്പം. അപ്പം 5 മണി 6 മണി വരെയൊക്കെയാ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉള്ളൂ. അതെന്ന് പറയുന്നത് രാത്രിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എല്ലാം 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ആയിട്ട് വിട്ട് ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും അല്ലാത്ത വണ്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ട്. വണ്ടി എല്ലാവരും ഇപ്പം നമുക്ക് ഇവിടെ ആണെങ്കിലും എന്താ പറയാ മിനിമം പേയ്മെന്റ് ആണെങ്കിലും 0 പേയ്മെന്റ് വരെ വണ്ടി കിട്ടും. അതുകൊണ്ട് വണ്ടി ഇല്ലാത്ത ആരും തന്നെ ഇല്ല. പക്ഷെ അങ്ങനൊരു സ്റ്റേജ് വന്നാൽ പാടുപെടും. അങ്ങനെ നമുക്ക് എളുപ്പമാണല്ലോ ഒന്നാമത്തെ കാര്യം അതാണ്. കണ്ടതിന്റെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫാർമസിയും ഒരു ചെറിയൊരു ക്ലിനിക്കും ഉണ്ട് കേട്ടോ അവിടെ. ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്. അത്യാവശ്യം എന്താ പറയാ ഷോപ്പിംഗ് കോംപ്ലക്സ് പറയുമ്പോൾ അത്യാവശ്യം ചെക്കനെ നോക്കും. അവര് മറ്റേ വള്ളി കെട്ടിയിട്ട് ഇങ്ങനെ ഓടിച്ചോണ്ട് നടക്കാം അല്ലേ. ഇവിടെ കണ്ടോ ഫ്യൂച്ചർ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ഡേ കെയർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് വരെ കൊച്ചുങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ 2 വയസ്സിലെനിക്ക് തോന്നുന്നു നഴ്സറിയിലൊക്കെ കൊണ്ടുവിടുമെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് 3 വയസ്സാകുമ്പോഴാണ്. 3 വയസ്സിന് ഉള്ളിൽ നമുക്ക് കൊണ്ടുവിടാം. ഇപ്പം എന്താ പറയുക 1 മാസത്തിലും ഒക്കെ നമുക്ക് കൊണ്ടുവിടാം കേട്ടോ. 0 to 6 ഒക്കെ കൊണ്ടുവിടാം. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു പകുതിയോളം കാശ് നമ്മൾ ഡേ കെയറിൽ കൊടുക്കേണ്ട വരും. അപ്പോൾ അതിലും ഭേദം നമ്മൾ തന്നെ സ്വന്തമായിട്ട് കൊച്ചിനൊക്കെ നോക്കുന്നതാണല്ലോ. അപ്പോൾ 3 വയസ്സ് വരെ നല്ല കാശ് കൊടുക്കണം കേട്ടോ. പിന്നെ 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ 20 മണിക്കൂർ ഫ്രീ ഉണ്ട്. 20 മണിക്കൂർ ഗവൺമെൻറ് ഫ്രീ ആണ് എല്ലായിടത്തും. 20 മണിക്കൂർ മുതലുള്ളതിന് അവർ പൈസ ഈടാക്കും.
അതും ഒരു എന്താ പറയുക ഒരു അത്യാവശ്യം നല്ല പൈസ തന്നെ ഈടാക്കും. 5 വയസ്സ് മുതൽ നമുക്ക് സ്കൂളിൽ വിടാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി. അതുവരെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്തായാലും പേരൻസിന് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ജോലിക്ക് പോകാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ വീട് മാനേജ് ചെയ്യുക? ഒരാളുടെ കാശ് കൊണ്ടൊന്നും നടക്കില്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിൽ നല്ലോണം ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ടും 13 മിറ്റ് ഏതാണ്ട് വയസ്സ് വരെ കറക്റ്റായിട്ടൊന്നും അറിയില്ല കേട്ടോ. 13 വയസ്സ് വരെയാന്ന് തോന്നുന്നു. 13 14 വയസ്സാണോ മിറ്റ വരെ കൊച്ചുങ്ങളെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്താൻ പാടില്ല. നമ്മളാണെങ്കിൽ ആരെങ്കിലും വീട്ടിലുണ്ടാവണം, സൂപ്പർവിഷൻ ആരെങ്കിലും വീട്ടിലുണ്ടാവണം. ഒറ്റയ്ക്ക് കൊച്ചുങ്ങളെ വീട്ടിൽ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജയിലിൽ പോയി കിടക്കാൻ പറ്റും. വലിയ ഹൈവേ ഉണ്ട്, അവിടെ തൊട്ട് തുടങ്ങിയിട്ട് ഇതങ്ങനെ കടലിനോട് ചേർന്നുള്ളൊരു ഭാഗം വരെ ഉണ്ട്. ഇതിങ്ങനെ നീളത്തിൽ പോകും. ഫുട്ബോൾ കോർട്ടൊന്നും അല്ല, ഭയങ്കര സൈസാണിത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ വെള്ളപ്പൊക്കം മറ്റു കടൽ തീരാണല്ലോ, ഒക്കെ പ്രിവെൻഷനാണ്. അതായത് വെള്ളപ്പൊക്കം എന്തെങ്കിലും ഉണ്ടായാൽ അത് ഒഴുകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ റോഡുണ്ടെങ്കിലും അതിൻ്റെ അടിക്കടെ ഇപ്പം ഈ ഇവിടെ ഇരുമ്പ് വേലി കിട്ടിയേക്കണം കേട്ടോ, ഇതിൻ്റെ അടിക്കടെ പൈപ്പ് ലൈനാണ് ഇരുമ്പ് വേലി. അപ്പോൾ ആ പൈപ്പിൻകടെ അതായത് അവിടെ വെള്ളം പൊങ്ങിയ അവിടെ നിന്നുള്ള വെള്ളം ഇതിലേക്കടെ ഒഴുകി 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 ഇവിടം ഫില്ലാവും, അവിടുന്ന് ഫില്ലായി ഇങ്ങോട്ട് പോവും. അങ്ങനെ ഫുള്ള് കടലിലോട്ട് ഡീവിയേറ്റ്. നമ്മൾ എന്താ പറയുക, ചാല് വെട്ടി വിടുക എന്ന് പറയാ. ചാല് വെട്ടി വിടുന്ന പരിപാടിയുടെ ചെറിയൊരു ബിഗർ സ്കെയിൽ, ബിഗർ എന്ന് വെച്ചാൽ ഒരു മച്ച് ബിഗർ സ്കെയില്. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലെന്നുണ്ടെങ്കിലാണ് ഈ വെള്ളപ്പൊക്കം വന്നതും വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോണതും കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ വെള്ളം മുങ്ങിയാൽ പോലും ഇപ്പം ഇങ്ങനൊരു ചാലുള്ളതുകൊണ്ട് വെള്ളം പടയെന്നങ്ങ് പറഞ്ഞാൽ വെള്ളം ഇറങ്ങി പോവുകയും ചെയ്യും. പൊങ്ങണ അതേ സ്പീഡിൽ ഇറങ്ങി പോകും. എവിടെയൊക്കെ വെള്ളം കയറണോ അവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ ഇങ്ങോട്ട് ഒഴുകി വരുള്ളൂ ഇതിനകത്തേക്ക്. ഇതൊരു താന്ന ഇതായിട്ട് കിടക്കണോണ്ട് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വരും, ഇവിടുന്ന് കടലിലേക്ക് പോകും. അതൊക്കെ ഒരു പ്ലാൻഡ് സ്ട്രക്ചർ എന്ന് പറയണത്. അങ്ങനെ നാട്ടിലാണേലും പണ്ട് ഇത് തന്നെ ഉണ്ടായിരുന്നു. നാട്ടിലാണേലും പണ്ട് ഈ പാടങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പം മഴ പെയ്ത് കഴിയുമ്പോഴത്തേനും ഇപ്പം വെള്ളം നാട്ടിൽ പൊങ്ങണം എന്ന് പറയണ കാരണം മെയിൻ ഇതാണ്. പണ്ട് പാടങ്ങളുണ്ടായിരുന്നു, പാടത്ത് വെള്ളം പൊങ്ങും, കൃഷി നശിച്ചു എന്ന് പറഞ്ഞാലും ആളുകൾക്കോ വീടിനോ നാശനഷ്ടം വരുന്നില്ല. പാടത്ത് വെള്ളം പൊങ്ങുന്നു, ആ വെള്ളം തോട്ടിക്കിടയോ എങ്ങനെയാണെന്ന് ചെയ്യാൻ അതങ്ങ് മാറിപ്പോവും. പക്ഷെ ഇപ്പം എന്ത് പറ്റി, പാടത്തിനകത്തും വീട് വെക്കോ വാഴ വെക്കോ അങ്ങനെ അങ്ങ് വെച്ച് വരുമ്പം വെള്ളം ഒഴുകാൻ സ്ഥലമില്ല. ഇവിടെ പക്ഷെ വീട് അവര് ഇവർക്ക് വേണമെങ്കിൽ അവിടെയും കൂടി വേണം വീട് വെക്കാം. എന്തൊരു സ്ഥലം കിടക്കണമെന്നറിയത്, ഒരു ഒരു വീതി, അതിന്റെ വീതി തന്നെ ഏതാണ്ട് ഒരു 4 വീട് വെക്കാനുള്ള വീതി ഉണ്ട്. അത് നീളം അത്ര കണക്കിന് കിലോമീറ്റർ കണക്കിന് നീളത്തിൽ കിടക്കണേ ഓൾമോസ്റ്റ്. അത് വെള്ളം പോകാൻ വേണ്ടി മാത്രം അവരിട്ടേക്കണ സ്ഥലം. നമ്മുടെ അവിടെ ആണെങ്കിൽ ഇത് ഓരോ കൊല്ലം അത് കുറച്ച് വരും, ഓരോ വീട് വെച്ച് അങ്ങനെയൊക്കെ. പിന്നെ ഇവിടുത്തെ ഇതാണ് ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജസ്. ഇവിടെ വീട് മേടിക്കുന്നവർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് വീട് ഓൾറെഡി ഉള്ള വീട് മേടിക്കാം, ഇല്ലെങ്കിൽ വസ്തു വാങ്ങിച്ചിട്ട് അതിനകത്ത് അവർ വീട് പണിത് കൊടുക്കും അല്ലേ? അതെ, അത് നമ്മൾ പറയുമ്പോൾ അവർ വെച്ച് തരും. അങ്ങനെ നാട്ടിലെ പോലെയൊക്കെ തന്നെ അല്ലേ? തന്നെ നമ്മള് പ്രത്യേകിച്ച് വേറെ അധികം അറിയേണ്ടി വരില്ല എന്നേ ഉള്ളൂ. നാട്ടിലാണെങ്കിൽ നമ്മള് അതിന്റെ പുറകെ നടക്കണം, ഇതാണെങ്കിൽ നമ്മൾ അറിയേണ്ട വരില്ല. അങ്ങനെയൊക്കെയാണ് കഥകള്. നല്ല തണുപ്പ് തോന്നുന്നുണ്ടല്ലേ? തിരിച്ചു നടക്കണം. നമ്മളിപ്പോ ഇതിലെ കൂടെ അങ്ങ് പോയിട്ട് എങ്ങോട്ട് പോണേ? എത്തിപ്പെടണേ ഇങ്ങോട്ട്? അപ്പൊ നമുക്ക് തിരിച്ചു പോണ്ടേ? തിരിച്ചു പോകുമ്പോ എന്നാ തിരിച്ചു പോവാന്നൊക്കെ പോവണ്ടേ വീട്ടില്? വർത്താനൊക്കെ പറഞ്ഞങ്ങ് പോയല്ലേ? അപ്പൊ ഞാൻ നടക്കാൻ പോകുന്ന ഇങ്ങനെ ഈ വഴി അങ്ങ് പോയിട്ട് നേരെ പോയി ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങ് മാറി കഴിയുമ്പോ അവിടെ പാപ്പ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു
ഇതുണ്ട്, ഒരു റെസ്റ്റോറൻറ്റ്. അതിൻ്റെ അവിടെ നിന്ന് കറങ്ങി അവിടെ അതിലേക്ക് ഇറങ്ങി ഇവിടെ ഫോസ്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗ് ഒരു സെൻറ്റർ, അതായത് ഗ്രോസറി ഷോപ്പ് പോലെ പാക്ക് ആൻഡ് സേവ് നമ്മളാ കണ്ടുവണ്ണം അതുപോലത്തെ ഒരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് അതുവഴി ഇങ്ങനെ കറങ്ങി ഇവിടെ വരിക. കുറച്ച് ദൂരമുണ്ട്, പക്ഷേ നല്ല രസമുള്ള ഒരു റൗണ്ടാണ്. ഓരോ സ്ഥലത്തിന് ഓരോരോ ഇത്. ഇവിടുത്തെ ബേ ഓഫ് പ്ലെന്റിയുടെ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ഇരുട്ടായി, ഞങ്ങളെയും കാണാൻ പറ്റാത്തൊരവസ്ഥയിലിട്ടായി. വിന്റർ ആയതുകൊണ്ടേ ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. പിന്നെ രാത്രിയിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ നേരത്തെ ഇരുട്ടും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 6 മണിക്ക് ചെറിയൊരു വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ മുതൽ 5 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടും. അങ്ങനെയാണ് ഇനിയിപ്പോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് പകൽ കുറവായിരിക്കും, രാത്രി കൂടുതലായിരിക്കും. അങ്ങനെ പക്ഷെ വിൻ്റർ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല വിൻ്റർ. നമുക്കങ്ങനെ മഞ്ഞ് വീഴ്ചയോ മീൻസ് അങ്ങനെ ഭയങ്കര അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 1-2 ഡിഗ്രി 3 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ ലെവലിൽ അങ്ങ് പോകും. അങ്ങനെ നോർത്ത് ഐലൻഡ്, ഞങ്ങൾ നോർത്ത് ഐലൻഡിലാണ് കേട്ടോ. സൗത്ത് ഐലൻഡിലൊക്കെ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പക്ഷെ ഈ വർഷം എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഈ വർഷം കുറച്ച് നേരത്തെയാണ് വിൻ്റർ തുടങ്ങിയേക്കണേ, അതുകൊണ്ട് എന്താവുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇന്നിപ്പോൾ അവസാനിപ്പിച്ചാലോ ചേട്ടാ? അപ്പോൾ എന്താണ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാവേ. ഇനിയിപ്പോൾ നാളെ മൺഡേ രണ്ടുപേരും ജോലിക്ക് പോകാൻ വീണ്ടും തുടങ്ങും. ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ എന്നാലും മൺഡേ എന്നത് ഒരു ജോലി ആരംഭമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാം. അപ്പം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക, തകർത്ത് വരിക, പൊളിച്ചടക്കുക. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.